ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാളെ തിരുസഭ മാതാവ് വിചിന്തനത്തിനായി തരുന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് യേശു ഭൂമിയിൽ ആഗതനായത്. ക്രിസ്തു അനുയായികളായ നാം സത്യത്തിന് സാക്ഷ്യം നൽകേണ്ടവരാണ്. കർത്താവെ, എൻ്റെ ഇഷ്ടമല്ല, എന്നെക്കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഈയൊരു മനോഭാവത്തോടു കൂടിയാണ് നാം പോകുന്നതെങ്കിൽ നമ്മെ അലട്ടുന്ന എല്ലാത്തരം ഭയങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും. കാരണം കർത്താവ് നമ്മോട് പറയുന്നത് സത്യമാർഗത്തിൽ നടക്കാനാണ്. കർത്താവിനെ സ്നേഹിക്കുക എന്നത് സത്യത്തെ സ്വന്തമാക്കുക എന്നത് തന്നെയാണ്. കാരണം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും, പൊട്ടക്കിണറ്റിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ജോസഫിനെ ഉയർത്തിയ ദൈവം, ആടുമേയിച്ച സ്ഥലത്ത് നിന്ന് രാജകൊട്ടാരത്തിലേക്ക് ദാവീദിനെ എത്തിച്ച ദൈവം, വിക്കനായ മോശയെ ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവാക്കിയ ദൈവം, ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം സത്യമാർഗത്തിൽ ചരിക്കുമ്പോൾ നമ്മിൽ നാം എന്ന അഹന്ത കുറയുകയും ദൈവത്തിൻ്റെ സത്യതീനാളം നമ്മിൽ വളരുകയും ചെയ്യും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് നമുക്ക് നന്മ പ്രവൃത്തികൾ ചെയ്യാം. അതിനായി സത്യവചനത്തെ മുറുകെ പിടിക്കാം. കുറച്ച് സമയം നമുക്ക് വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിനായി സമയം കണ്ടെത്താം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.